ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. ഇന്ന് ഡേറ്റ് 8 ആണ് അല്ലേ? അപ്പോൾ ഇന്ന് 8 എന്ന ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന PSC Bulletin ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7 എന്ന ഉത്തരം വരുന്ന ചോദ്യങ്ങൾ പഠിച്ചു. നമുക്ക് 8 എന്ന ഉത്തരം വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ. അതിൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ നോക്കാം. 8. ജവഹർലാൽ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? അപ്പോൾ ജവഹർലാൽ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 8 പ്രാവശ്യം കേട്ടോ. ജവഹർലാൽ നെഹ്റു 8 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. എത്ര ഓസ്കർ അവാർഡുകളാണ് 1982 ഗാന്ധി സിനിമ നേടിയത്? 8 ഓസ്കർ അവാർഡുകളാണ് 1982 ഗാന്ധി സിനിമ നേടിയത്. 1 പവൻ സ്വർണം എത്ര ഗ്രാമാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? 8 ഗ്രാമാണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ പട്ടികയാണ്? ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? 8ാമത്തെയാണ്. ദെൻ കപാലത്തിലെ ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. 8 ആണ് കേട്ടോ. എത്രാം ശതകത്തിലാണ് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം ആക്രമണം ഉണ്ടായത്? 8ാം ശതകത്തിലാണ് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം ആക്രമണം ഉണ്ടായത്. ഒരു ക്യൂബിന് എത്ര മൂലകളുണ്ട്? 8 മൂലകളാണ് ഉണ്ടാവുക കേട്ടോ. ദെൻ കമ്പ്യൂട്ടറിൽ എത്ര ബിറ്റുകൾ ചേർന്നാണ് ഒരു ബൈറ്റ് ആകുന്നത്? കമ്പ്യൂട്ടറിലെ 8 ബിറ്റുകൾ ചേർന്നാണ് ഒരു ബൈറ്റ് ആകുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള സ്പീക്കർ AC ജോസ് ആണ്. അദ്ദേഹം എത്ര പ്രാവശ്യമാണ് കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ചത്? 8 പ്രാവശ്യമാണ്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കണം, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആൾ ആരാണ്? സ്പീക്കർ AC ജോസ് ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം 8 പ്രാവശ്യമാണ് കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ചത്. ദെൻ നീരാളിയുടെ കാലുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. എത്ര പ്രാവശ്യമാണ് ഇന്ത്യ ഒളിമ്പിക് ഹോക്കി സ്വർണം നേടിയത്? 8 പ്രാവശ്യമാണ്. ശിവജിയുടെ മന്ത്രിസഭാ അംഗങ്ങൾ അഷ്ടപ്രധാന്റെ എണ്ണം എത്രയാണ്? അതും 8 ആണ് അല്ലേ? ദെൻ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഷെഡ്യൂളുകളുടെ പട്ടികകളുടെ എണ്ണം എത്രയാണ്? 8. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഷെഡ്യൂളുകളുടെ പട്ടികകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. എത്ര വർഷമാണ് ഷാജഹാൻ ചക്രവർത്തി തടവിൽ കിടന്നത്? 8 വർഷമാണ്. 8 വർഷമാണ് ഷാജഹാൻ ചക്രവർത്തി തടവിൽ കിടന്നത്. എത്ര വശങ്ങളുള്ള ജാമിതീയ രൂപമാണ് ഒക്ടഗൺ? ഒക്ടഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സൈസാണ്? 8 ആണ് അല്ലേ? 8 ആണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8 ആണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8 ആണ്. മനുഷ്യപിണ്ഡത്തിലെ എത്ര ശതമാനമാണ് രക്തം? എത്ര ശതമാനമാണ് രക്തം? 8%. നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണം ആരംഭിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന ആരാണ്? മൻമോഹൻ സിംഗ് അല്ല? മൻമോഹൻ സിംഗ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണം ആരംഭിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? ഒത്തിരി പ്രശ്നം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഉത്തരായന രേഖ കടന്നു പോകുന്നത് 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ്. സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് സമയം വേണം? 8 മിനിറ്റ് സമയം വേണം കേട്ടോ. സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയം വേണം. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് ബാൻ കി മൂൺ എന്ന് പറയുന്നത്? 8ാമത്തെ സെക്രട്ടറി ജനറലാണ് ബാൻ കി മൂൺ. ഐക്യരാഷ്ട്രസഭയുടെ 8ാമത്തെ സെക്രട്ടറി ജനറലാണ് ബാൻ കി മൂൺ. ഡൽഹിയിലെ എത്രാമത്തെ നഗരമാണ് ന്യൂഡൽഹി? 8ാമത്തെ നഗരമാണ്. ഡൽഹിയിലെ 8ാമത്തെ നഗരമാണ് ന്യൂഡൽഹി. ഒരാൾക്ക് പരമാവധി എത്ര വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ളത്? 8 വർഷമാണ്. ഒരാൾക്ക് പരമാവധി 8 വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ളത്. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സായ അഷ്ടദിഗ്ഗജങ്ങളിലെ അംഗങ്ങൾ എത്രയാണ്? 8 ആണ്. സാർക്ക് എന്ന സംഘടനയിലെ എത്രാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ? സാർക്കിലെ 8ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ. ചെസ്സ് കളിയിൽ ഒരു കളിക്കാരന് എത്ര കാലാളുകളാണുള്ളത്? 8 കാലാളുകളാണ് ഉള്ളത്. ദെൻ ഭൂവൽക്കത്തിൽ എത്ര ശതമാനമാണ് അലുമിനിയം? ഭൂവൽക്കത്തിൽ 8% അലുമിനിയം എന്ന് പറയുന്നത്. പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര ടീമുകളാണ് പങ്കെടുത്തത്? പ്രഥമ ലോക കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്രയാണ്? 8 ടീമുകളാണ് പങ്കെടുത്തത്. അപ്പോൾ ഇത്രയാണ് 8 എന്ന ആൻസർ വരുന്ന
കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഫ്രീ ടൈമിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മളിത് PSC ബുള്ളറ്റ് ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ ചെറിയൊരു മടിയൊക്കെ കാണിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ രീതിയിൽ ക്ലാസ്സസ് പോലെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തോ ട്രാവൽ ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഫ്രീ ടൈമിൽ നിങ്ങളൊന്ന് കേട്ട് പോവുക. PSC ബുള്ളറ്റിൻ ചോദ്യങ്ങൾ നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ ഇടയ്ക്ക് കേട്ടുകൊണ്ടേ ഇരിക്കണം. ഒത്തിരി വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് PSC ബുള്ളറ്റിൽ കാണാൻ സാധിക്കും. നമ്മുടെ LP UP LDC പോലുള്ള എക്സാംസിന് നമുക്ക് മേ ബി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിൻ കൂടെ തന്നെ ഫോളോ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് എല്ലാം നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ഓൺ. താങ്ക്